മൂന്നാം മോദി സർക്കാർ ഏക സിവിൽ കോഡ് കൊണ്ടുവരും നടപ്പാക്കും എന്നുള്ള ആ ചർച്ചകൾക്കിടയിലാണ് അതിന് ബലം പകരുന്ന രീതിയിൽ ഉള്ള ഒരു സുപ്രധാന വിധി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏക സിവിൽ കോഡ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലാണ്. കാരണം ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട, ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏക സിവിൽ കോഡ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിധി സുപ്രീം കോടതിയിൽ നിന്ന് എത്തിയിരിക്കുന്നു. അതായത് 1986 മുസ്ലിം സ്ത്രീ വിവാഹ മോചനത്തിനുള്ള അവകാശങ്ങളെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് 2019 ഈ മോദി സർക്കാർ, രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു നിയമമുണ്ടായിരുന്നു. 2019 കൊണ്ടുവന്ന നിയമത്തിൻ്റെ പേര് വിവാഹ അവകാശ സംരക്ഷണ നിയമം. ആ നിയമപ്രകാരം വിവാഹ മോചിത ആകുന്ന സ്ത്രീക്ക് ജീവനാംശത്തിനുള്ള അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി തന്നെ പറയുന്നു. സുപ്രീം കോടതിയുടെ ആ വിധി പ്രസ്താവ്യം ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്നും അത് CRPC 125 മുസ്ലിം സ്ത്രീകൾക്കും ബാധകമായ മതേതര വ്യവസ്ഥയാണ് എന്നും 2019 ഈ നിയമം അനുസരിച്ച് ഏതു സ്ത്രീക്കും മുൻപോട്ട് പോകാമെന്നുകൂടി സുപ്രീം കോടതി പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഷാബാനു കേസിൽ സംഭവിച്ചത്. അന്ന് ജീവനാംശത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് നടന്ന കലാപങ്ങൾ, വലിയ സമരങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇതാ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ജസ്റ്റിസായ BV നാഗരത്നയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹും ചേർന്ന് പറഞ്ഞിരിക്കുന്നു. വ്യത്യസ്തമായ വിധി പ്രസ്താവനകളാണ്. അത് രണ്ടിലും അവർ പറയുന്ന കാര്യങ്ങൾ ഈ അതായത് ജീവനാംശം മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ നൽകുക തന്നെ വേണം. അത് എല്ലാ സ്ത്രീകൾക്കും ഇന്ത്യയിൽ ഒരുപോലെ തന്നെയാണ്. CRPC 125 പ്രകാരം 2019 പുതിയ അമെൻമെൻറ്റ് പ്രകാരം, പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയേ മതിയാകും. ഇതിന് കാരണമായത് തെലങ്കാനയിലെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജീവനാംശം നൽകണം. തെലങ്കാന ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. 10,000 രൂപ നൽകണമെന്നായിരുന്നു വിധി. ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമീപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റിയായി. ഏക സിവിൽ കോഡ് വരണമെന്ന് പലപ്പോഴും കോടതികൾ തന്നെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചില നൂലാമാലകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ ജീവനാംശം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ ആ ജീവനാംശത്തിലേക്ക് ഇപ്പോൾ കോടതി കടന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.